നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ക്രൈസ്തവർ പെസഹ ആചരിച്ചു. യേശു ശിഷ്യരോടൊപ്പം സെഹിയോൻ ഊട്ടുശാലയിൽ പെസഹ ആചരിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും പാവന സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ചാഴൂർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നുവരുന്ന നാരിയ സ്വലാത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ മതപ്രഭാഷണവും ദുആ സമ്മേളനവും നടത്തും. വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവരുടെ ചങ്കിൽ തീക്കോരിയിട്ട് സ്വർണ്ണക്കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 840 രൂപയും ഗ്രാമിന് 105 രൂപയും ഉയർന്നു. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർ പെസഹ ആചരിച്ചു. യേശു ശിഷ്യരോടൊപ്പം സെഹിയോൻ ഊട്ടുശാലയിൽ പെസഹ ആചരിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും പാവന സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. എളിമയുടെയും ലാളിത്യത്തിന്റെയും മാതൃകയായി യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. വിശുദ്ധ വാരത്തിന്റെ അതിപ്രധാന ദിനങ്ങളിലേക്ക് ക്രൈസ്തവ വിശ്വാസികൾ കടക്കുകയാണ്. ദേവാലയങ്ങളിൽ പെസഹ ദിന ശുശ്രൂഷയും പകൽ ആരാധനയും ഉണ്ടായിരുന്നു. ചാഴൂർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നുവരുന്ന നാരിയ സ്വലാത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ മതപ്രഭാഷണവും ദുആ സമ്മേളനവും നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വെള്ളിയാഴ്ച അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴയുടെ പ്രഭാഷണമുണ്ടായിരിക്കും. ശനിയാഴ്ച മുഹമ്മദ് മൗലാന സാദി വല്ലപ്പുഴ ദുആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി മുളവൂർ മൂവാറ്റുപുഴ നേതൃത്വം നൽകും. ജുമാ മസ്ജിദ് മുൻ ഖത്തീബ് കെ സുലൈമാൻ അൻവരി കരുപ്പടന്ന മുഖ്യ അതിഥിയാകും. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ കെ ബഷീർ, കെ നൂറുദ്ദീൻ, പാടത്ത് മജീദ്, മുഹമ്മദ് ഹനീഫ, കെ ഷറഫുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാഴൂർ ജുമാ മസ്ജിദിൽ ഏപ്രിൽ 18, 19 തീയതികളിൽ മാസം തോറും നടത്തിവരുന്ന നാരിയത്ത് സ്വലാത്തിൻ്റെ 25ാം വാർഷികവും മതപ്രഭാഷണവും ദുആ സമ്മേളനവും വളരെ വിപുലമായി നടത്തുവാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുകയും കൺവീനറായി കെ ബഷീർ അവരുകളെയും ജോയിൻറ്റ് കൺവീനറായി എം ഷംസുദ്ദീൻ അവരുകളെയും ട്രഷററായി നെടുമ്പുരിക്കൽ സലീം അവരുകളെയും തിരഞ്ഞെടുക്കുകയും ബാക്കി മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെല്ലാം അതിൻ്റെ അംഗങ്ങളായി കൂട്ടമായി പ്രവർത്തിക്കാനും കൂടിയിട്ടാണ് മഹല്ല് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഏപ്രിൽ 18-ാം തീയതി 1-ാം ദിവസം അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ അവരുടെ മതപ്രഭാഷണവും ഏപ്രിൽ 19-ാം തീയതി ശനിയാഴ്ച രാത്രി കൃത്യം 8 മണിക്ക് സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി തങ്ങൾ അൽ ബുഖാരി മുളവൂർ മൂവാറ്റുപുഴ അവരുടെ ദുആ സമ്മേളനവും നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവരുടെ ചങ്കിൽ തീക്കോരിയിട്ട് സ്വർണ്ണക്കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 840 രൂപയും ഗ്രാമിന് 105 രൂപയും ഉയർന്നു. ഒരു പവൻ സ്വർണത്തിന് 70,520 രൂപയും ഗ്രാമിന് 8,920 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതേസമയം 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 90 രൂപ ഉയർന്ന് 7,350 രൂപയിലെത്തി. ബുധനാഴ്ച രേഖപ്പെടുത്തിയ ഗ്രാമിന് 8,815 രൂപയും പവന് 70,520 രൂപയുമെന്ന റെക്കോർഡാണ് വ്യാഴാഴ്ച പഴങ്കഥയായത്. 2 ദിവസത്തെ ഇടിവിനു ശേഷം ബുധനാഴ്ച കുതിച്ചുയർന്ന സ്വർണ്ണവില വീണ്ടും 70,000 രൂപ പിന്നിട്ടിരുന്നു. പവന് 760 രൂപയും ഗ്രാമിന് 95 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം പവന് 5,560 രൂപയും ഗ്രാമിന്
695 രൂപയുമാണ് ഉയർന്നത്. ചേർപ്പ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന നീതി മെഡിക്കൽ ലാബിന്റെ വാർഷികം ആഘോഷിച്ചു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ പ്രദീപ് കുമാർ VK, രാമൻ KK, റീജ ജോണി, അനിത C, ഉണ്ണികൃഷ്ണൻ S, ലത സുരേന്ദ്രൻ, MS രേഖ എന്നിവർ സംസാരിച്ചു. നീതി മെഡിക്കൽ സ്റ്റോർ 7ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ നിരക്ക് പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലാബ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കിയ അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും നല്ല രീതിയിലാണ് ഈ ലാബ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ ലാബിനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ, ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ് നന്നായി തന്നെയാണ് ജോലി ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകണം. അതേപോലെ തന്നെ നാട്ടുകാരും അതേപോലെ തന്നെ നമുക്ക് പിന്തുണ തരുന്നുണ്ട്. നമ്മുടെ സബ് കമ്മിറ്റി സെക്രട്ടറി തുടങ്ങി മറ്റ് ആളുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ ലാബിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് തുടർന്ന് നമുക്കുണ്ടാവും. തൃശൂർ താലൂക്ക് മത്സ്യ കർഷക വികസന ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള ഫിഷ് സ്റ്റാൾ ആരംഭിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. വിഷരഹിതമായ കടൽ മത്സ്യങ്ങളും നാടൻ മത്സ്യങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഏറ്റെടുക്കുന്നതിനും അതുവഴി കർഷകരെ സഹായിക്കുന്നതിനും ഫിഷ് സ്റ്റാൾ സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി, വാർഡ് മെമ്പർമാരായ KB പ്രജിത്ത്, EV ഉണ്ണികൃഷ്ണൻ, അൽഫോൺസ പോൾസൺ, സുനിത ജിനു, പ്രിയലത പ്രസാദ്, സംഘം ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. പൂച്ചിനിപ്പാടം ഊരകത്തേക്ക് പോകുന്ന വഴിയിലുള്ള സ്ഥാപനത്തിൽ നേരിട്ടോ ഓർഡർ വഴിയോ സമീപിക്കാവുന്നതാണ്. ക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ അനുസ്മരിച്ച് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി ഫൊറോന വികാരി റെവറൽ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തി. രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതു ആരാധനയും നടത്തി. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ മുറ്റുചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ പെസഹ വ്യാഴം ആചരിച്ചു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയിൽ പുത്തമ്പീടിക പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കര പട്ടേക്കൽ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. P. ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഗായകനുള്ള പ്രഥമ P. ജയചന്ദ്രൻ പുരസ്കാരം മധു ബാലകൃഷ്ണനെ സമ്മാനിച്ചു. ജനകീയ സൗഹൃദ വേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA-യാണ് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമ്മാനിച്ചത്. സാന്നിധ്യത്തിൽ മാസ നിലാവ് പോലെ നീലരാവിൻ ജാലകപ്പാളികൾ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മേഖലയെക്കുറിച്ചും വളരെ വിശദമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്തൊക്കെയാണ് നമ്മുടെ കടൽ തീരമായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് മുമ്പ് വളരെ വിശദമായി ഈ പ്രദേശവുമായി ബന്ധപ്പെടുത്തി ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും ഒരു ആവർത്തനം ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലൂടെ ആളാണ്. പക്ഷേ നമ്മുടെ ഈ പ്രിയങ്കനായ ശോഭാ സുബിയൻ എന്നോട് അടിയന്തരമായി എത്തിച്ചേരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിപാടി തളിക്കുളത്ത് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടകം ഞാൻ ഏറ്റിരുന്നു. അപ്പോഴാണ് അത് 2 വാക്ക് പറഞ്ഞ് കൂടെ എത്തിച്ചേരണം, ഈ ചടങ്ങ് മഹനീയമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മൂന്തേട്ടൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം മറന്ന്. നമുക്കറിയാലോ ഈ പ്രദേശത്തെ നമ്മുടെ സ്ഥിതികളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ അത്ര ദിവസമായി തുടങ്ങിയിട്ട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ മാതൃക പതിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വലിയ ഫെസ്റ്റിവലാണ് നമ്മുടെ സംഘടിപ്പിക്കപ്പെട്ടത്. എനിക്ക് കലയെക്കുറിച്ച് വളരെയേറെ ബന്ധവും ബഹുമാനവും ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. പിന്നെ അതുമാത്രമല്ല, കലയും സംസ്കാരം മാത്രമല്ല, നമ്മുടെ പ്രദേശത്തിൻ്റെ പുരോഗതിയിൽ
ആ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജനകീയ സൗഹൃദ വേദി കൺവീനർ ശോഭ സുബിൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ, മധു ശക്തിധര പണിക്കർ, ജീസ് ലാസർ, വിനിത് വിൻസെന്റ് പല്ലിശ്ശേരി, ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ, വാമനൻ നെടിയിരിപ്പിൽ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മധു കുന്നത്ത്, സുധീർ പട്ടാരി, ഷൈജൻ ശ്രീവത്സം, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയിലെ താരങ്ങളും സംസാരിച്ചു. തുടർന്ന് മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. എനിക്ക് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഒരു ഗായകൻ എന്നതിലുപരി വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ജയേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ്, ആദ്യത്തെ പ്രഥമ പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ആദ്യം ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് എനിക്ക് സമ്മാനിച്ച പി ജയചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാൻ ശ്രീ മധു ശക്തിധര പണിക്കർ, ഉണ്ണിയേട്ടൻ, ജയചന്ദ്രൻ മാഷ്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇതിൻ്റെ ജൂറി ആയിരുന്ന കൈതപ്പുറം തിരുമേനി, കല്ലറ ഗോപൻ ചേട്ടൻ, ശ്രീയേങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അവർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നടന്നു പോം തണുത്തൊരി ചുരങ്ങളിൽ മനസ്സിലെ കിനാവുകൾ കൊളുത്തുമോ നിലാവുപോ. ഇതു വെറുതെ നിൻ ശ്രുതി അറിയാനൊരു പാർവണ സംഗീതം. രാവേറെയായി പൂവേ ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. ക്രൈസ്തവർ പെസഹ ആചരിച്ചു. യേശു ശിഷ്യരോടൊപ്പം സെഹിയോൻ ഊട്ടുശാലയിൽ പെസഹ ആചരിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും പാവന സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത്. ചാഴൂർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നുവരുന്ന നാരിയ സ്വലാത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വെള്ളി, ശനി ദിവസങ്ങളിൽ മതപ്രഭാഷണവും ദുആ സമ്മേളനവും നടത്തും. വിവാഹത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവരുടെ ചങ്കിൽ തീക്കോരിയിട്ട് സ്വർണ്ണക്കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 840 രൂപയും ഗ്രാമിന് 105 രൂപയും ഉയർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.